ഹായ്. ഇന്നത്തതേ വെറുതെ കുറച്ച് സമയം കിട്ടിയപ്പോഴേ ഒരു പവർ ആമ്പായിട്ട് ചെയ്തതാണ്. ഒരു 400 വാട്ട്സ് RMS. ഇത് ഞാൻ എപ്പോഴും പരിചയപ്പെടുത്തിയിട്ടുള്ള നമ്മളെ തന്നെ 10 ട്രാൻസിസ്റ്ററിൻ്റെ ബോർഡ്, പിന്നെ ഇതൊരു കമ്പ്യൂട്ടറിൻ്റെ SMPS, പിന്നെ DC to DC കൺവെർട്ടർ. അതായത് ഈ സപ്ലൈ 12 വോൾട്ടിന് എടുത്തിട്ട് നമുക്ക് 27 10 ആമ്പിയർ തരും. SMPSും 10 ആമ്പിയർ. പക്ഷേ ഈ ബോർഡിന് ഇത് പോരാ. ശരിക്കും ഈ ബോർഡിന് ഒരു 15 ആമ്പിയർ 35 മാക്സിമം 55 നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ഔട്ട്പുട്ട് വരുള്ളൂ. എന്നാലും കുഴപ്പമില്ല, വെറുതെ ഇരുന്നപ്പോൾ. പിന്നെ ഇതിന് ഉപയോഗിച്ച കേസ് എന്തോ ഒരു മറ്റേ ആക്രിക്കടയിൽ നിന്ന് കിട്ടിയതാണ്. ഇതിനുള്ളിൽ കുറേ മോട്ടറും സാധനമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അവിടെ ഊരി കൊടുത്തിട്ട് ഈ കേസ് മാത്രം എടുത്തു പോകുന്നത്. ഈ ബോർഡ് കുറേ ആയിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ വെറുതെ ഇരുന്നപ്പോൾ പഴയത് തട്ടിക്കൂട്ടിയതാണ്. പിന്നെ അതിന് ഉപയോഗിച്ചത് ഒരു ഗെയിൻ ബൂസ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ട്, വേറെ സെപ്പറേറ്റ് ആയിട്ട്. അതും പുതിയതല്ല, പഴയതാണ്. അത് പഴയതെല്ലാം കൂടി ഇട്ട് തട്ടിക്കൂട്ടിയതാണ്. പിന്നെ ഞാൻ ചെക്ക് ചെയ്യാനുള്ള ഒരു മൊഡ്യൂളിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കൊടുത്തിട്ടുള്ളത് 4 സ്ക്വയറിനാണ്. പക്ഷേ 4 സ്പീക്കറിൻ്റെ സ്ക്വയറിന് 12ൻ്റെ അഹൂജൻ്റെ 100 വാട്ട്സ് RMS വരുന്ന 4 ഞാൻ സൗണ്ട് ഒന്ന് കൊടുത്ത് കാണിച്ചു തരാം. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഔട്ട്പുട്ട് നമുക്ക് ഈ 10 ആമ്പിയർ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു 15 ആമ്പിയർ ആക്കിയിട്ട് അതൊരു 45 ആക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കറക്റ്റ് ഇതിന് ഒരു 200 RMS ഔട്ട് വരുന്നുണ്ടാവുള്ളൂ. 200ൻ്റെ അടുത്തേ ഉണ്ടാവുള്ളൂ. 200ഉം RMS ഇതിൽ നിന്ന് ഔട്ട് ഇപ്പോൾ വരാൻ ചാൻസ് കുറവാണ്. കാരണം ഓൾമോസ്റ്റ് ഈ DC to DC കൺവെർട്ടർ 10 ആമ്പിയർ എന്ന് പറയണുണ്ടെന്നുണ്ടെങ്കിലും ഇത് 10 ആമ്പിയർ കിട്ടൂല. മാക്സിമം ഒരു 6 ആമ്പിയറൊക്കെ ഈ ബോർഡ് കിട്ടുള്ളൂ. പിന്നെ പവർ സപ്ലൈ ഓക്കെ, 10 ആമ്പിയർ എന്തായാലും ഓക്കെയാണ്. അപ്പോൾ വെറുതെ ഒരു എക്സ്പെരിമെൻ്റ്. അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ.